ഹലോ ഗെയ്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ റവ കൊണ്ടുണ്ടാക്കിയ ഒരു കേസരിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗ്യാസ് കത്തിച്ചു നമുക്കൊരു പാന് അത് ഗ്യാസിലോട്ട് വയ്ക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് നെയ്യ് ഒഴിക്കുകയാണ്. ഒരു 1-2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കിസ്മിസ് അതിലോട്ട് ആഡ് ചെയ്യാം. അതൊന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമുക്ക് കേസരി തയ്യാറാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത റവയാണ്. വറുത്ത റവ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പിന്നെ വറുത്ത കിസ്മിസും നെയ്യിൽ വറുത്ത് കോരിയ കിസ്മിസ്, പിന്നെ ആ നെയ്യിൽ തന്നെ നമുക്ക് പിന്നെ വറുത്ത റവ ആഡ് ചെയ്യാം. വറുത്ത റവ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതാകുമ്പം കുറച്ചുകൂടെ പെട്ടെന്നാവും, കേസരി പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ആ നെയ്യിലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പിന്നെ റവയാണ്. നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ റവ ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. റവ എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 1/2 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിലോട്ട്. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കേസരിയുടെ ഒരു യെല്ലോ കളർ കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്തിട്ടില്ല. 1/2 കിലോയുടെ കുറച്ച് ഒന്ന് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ചിലർക്ക് മധുരം കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, കുറവാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും. എന്നിട്ട് നമുക്കെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഏലക്കയുണ്ട്, പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് നമുക്ക് അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ബൗളിനകത്ത് ഞാനിത് വെച്ച് സെറ്റ് ചെയ്യാണ്. ചൂടോടെ തന്നെ എടുത്ത് ഈ ബൗളിൽ വെച്ച് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു കേസരി റെഡി. അങ്ങനെ ഇപ്പോൾ ഇവിടെ റവ കൊണ്ടുണ്ടാക്കിയ കേസരി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.